കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാകുകയാണ് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി സ്ഥാനാർത്ഥി പ്രദീപ് കൊട്ടാരക്കര. പ്രധാന മുന്നണികൾക്കൊപ്പം തന്നെ സ്വീകരണ പരിപാടികളും കുടുംബയോഗങ്ങളുമായി പ്രദീപും സമ്മതിദായകർക്കിടയിലുണ്ട്. വജ്രം അടയാളത്തിലാണ് പ്രദീപ് കൊട്ടാരക്കര മത്സരിക്കുന്നത്. സംസ്ഥാനത്തെ 3 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിമാർ ജനവിധി തേടുന്നത്. കൊല്ലത്തിന് പുറമെ കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിമാരുണ്ട്. ചേത്തടി സിദ്ധമന്ദിരത്തിൽ പ്രദീപ് കുമാർ നീണ്ട 18 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷമാണ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി എത്തുന്നത്. പുനലൂർ, കൊട്ടാരക്കര, പത്തനാപുരം എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഹോംഗാർഡായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ പുനലൂർ ഫയർ സ്റ്റേഷനിലെ ജീവനക്കാരനാണ്. രാജ്യത്ത് 117 സ്ഥാനാർത്ഥിമാരാണ് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയിലൂടെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കും. എല്ലാ ജില്ലകളിലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ മക്കൾക്കായി നവോദയ സ്കൂളുകൾ സ്ഥാപിക്കും. വിദേശ, സമുദ്ര, വ്യോമയാന നയങ്ങളിൽ സമഗ്രമായ മാറ്റം കൊണ്ടുവരും. വനനിയമം പരിഷ്കരിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പഠിക്കാനും സമഗ്രമായ ചട്ടം നടപ്പിലാക്കും. അഗ്നിവീർ റിക്രൂട്ട്മെന്റ് നിർത്തലാക്കും. ജുഡീഷ്യറി സംവിധാനത്തിലൂടെ സമയബന്ധിതമായി നീതി ഉറപ്പാക്കും. ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് ആധാർ അധിഷ്ഠിതമാക്കും തുടങ്ങി നിരവധി നൂതന ആശയങ്ങളാണ് ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിരവധി ആളുകളാണ് പ്രദീപ് കൊട്ടാരക്കരയുടെ സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് പ്രദീപ് കൊട്ടാരക്കര എന്നാണ്. നമ്മുടെ കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്, ജനവിധി തേടുകയാണ്. നമ്മളുടെ ചിഹ്നം ബാലറ്റ് പേപ്പറിൽ ക്രമ നമ്പർ 8 പ്രദീപ് കൊട്ടാരക്കര എന്ന പേരിൽ വജ്രം ചിഹ്നമാണ് നമ്മുടെ ചിഹ്നം. നല്ലവരായ നാട്ടുകാരോട് എല്ലാവരോടും ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, നമ്മുടെ വജ്രം ചിഹ്നത്തിൽ ഇപ്രാവശ്യം സേവനം ചെയ്യുവാനുള്ളൊരു അവസരം നമുക്ക് തരണം. വജ്രം ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ. ഈ വിമുക്ത ഭടന്മാരും അർദ്ധസൈനികരും നമ്മുടെ കർഷകരും നമ്മുടെ അധസ്ഥിത ജനവിഭാഗം എല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ഈ ഒരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ദേശീയ പാർട്ടിയാണ്, സ്വതന്ത്ര പാർട്ടി അല്ലിത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നേരിടുന്നത്. ഈ ഇലക്ഷനിൽ തന്നെ നമ്മൾ 120 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട്. 120 സ്ഥാനാർത്ഥികളാണ് ഓൾ ഇന്ത്യ ലെവലിൽ മത്സരിക്കുന്നത്. അതിനകത്ത് 88 പേര് പട്ടാളക്കാരാണ് മത്സരിക്കുന്നത്. സർവീസിൽ നിന്നും വിരമിച്ചവരാണ് മത്സരിക്കുന്നത്. യൂണിഫോം ഫോഴ്സിൽ നിന്നും വിരമിച്ചവരാണ് നമ്മളിപ്പം മത്സരിക്കുന്നത്. എന്താണ് ഈ രംഗത്തിറങ്ങാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ എങ്ങനെയാണോ രാജ്യ സേവനം ചെയ്തു വന്നത്, അതുപോലെ തന്നെ രാജ്യ സുരക്ഷ നോക്കി വന്നതുപോലെ തന്നെ നാട്ടിലുള്ള ജനങ്ങളുടെ സുരക്ഷയും ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ഇതിൽ നിന്നും ശമ്പളമോ പെൻഷനോ കൈപ്പറ്റി നമ്മുടെ സ്വന്തം ഉപയോഗത്തിന് ഉപയോഗിക്കില്ല എന്നൊരു വാഗ്ദാനം കൂടെ നമ്മൾ തരുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് പറയാനുള്ള, നാട്ടിൽ നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ അധികാരത്തിൽ നമ്മുടെ ഭാരതീയ ജവാൻ കിസാൻ പാർട്ടി എന്ന് പറയുന്ന ദേശീയ പാർട്ടി വന്നാൽ നാട്ടിലുള്ള കർഷകർക്ക് വിത്തും വളവും വെള്ളവും ഇലക്ട്രിസിറ്റിയും ഫ്രീ ആയി കൊടുത്തുകൊണ്ട് അവരിൽ നിന്നും നല്ല വിളകൾ ഉൽപ്പാദിപ്പിച്ച് അത് ഹരിതസേനയെ പോലെയുള്ള സേനകളെ വെച്ച് ഹരിതസേനയെ വെച്ച് അത് കളക്ട് ചെയ്ത് അത് നമ്മുടെ മാർക്കറ്റിൽ വിൽപ്പന, നമ്മുടെ ഗ്രാമങ്ങളിൽ അതിന്റെ ഔട്ട്ലെറ്റ് ഉണ്ടാക്കി അത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഭക്ഷിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടുന്ന ഒരു ഗുണം, നമ്മൾക്ക് ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ പറ്റും. ഇന്നിവിടെ എന്താണ് നാട്ടിൽ നടക്കുന്നത്? വലിയ വലിയ മണിമാളിക പോലുള്ള ഹോസ്പിറ്റലുകൾ പണിഞ്ഞു കൊടുക്കുകയാണ്, പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും. അതെന്തിനാണ്? ഹോസ്പിറ്റലുകൾ, നമ്മൾ ആരോഗ്യമുള്ള ജനതകൾ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ആവശ്യമില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പാർട്ടിയുടെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ആ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളിപ്പം ഈ വാഹനവുമായി ഞങ്ങൾ ഐക്യരക്കോണം എന്ന് പറയുന്ന പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാരെ സമീപിക്കുവാനും അവരുടെ വോട്ട് അഭ്യർത്ഥിക്കുവാനുമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വിമുക്ത ഭടന്മാരുടെ ഒരു സ്ഥാനാർത്ഥി കൊല്ലം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന വിവരം നാട്ടുകാരെ, നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ എല്ലാവരും വോട്ട് അഭ്യർത്ഥിച്ചാണ് നമ്മൾ ഈ ഐക്യരക്കോണത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി, അതായത് ഹെൽത്ത് ഫെസിലിറ്റികൾ കൊടുക്കുക.
എല്ലാവർക്കും ഒരുപോലെ തന്നെ പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തുക. അതായത് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 1500 രൂപയിൽ നിന്നും കുറഞ്ഞത് ഒരാൾക്ക് സാമാന്യ മരുന്ന് വാങ്ങിക്കാനായിട്ടുള്ള പെൻഷനെങ്കിലും നമ്മൾ കൊടുക്കണം. അത് ഒരു 5000 രൂപയായിട്ട് തന്നെ അത് കൊടുക്കണം. അതെല്ലാം എങ്ങനെ കൊടുക്കും എന്നുള്ളത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു തരും. അല്ലെങ്കിലും ഞങ്ങൾ പറഞ്ഞു തരും. നിങ്ങളുടെ ചോദ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഉത്തരം പറയുകയാണ്. ഈ സ്ഥാനാർത്ഥികൾ ജയിച്ചു കഴിഞ്ഞാൽ അവർ ഒരു പൈസ പോലും ശമ്പളം കൈപ്പറ്റത്തില്ല. ആ ശമ്പളം നമ്മൾ ഈ പെൻഷനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റി ആയിട്ട് ജനങ്ങൾക്ക് നൽകും. നമ്മളും സർക്കാർ ആശുപത്രികളിൽ ചികിത്സ എടുക്കും. ഈ ജനങ്ങളും സർക്കാർ ആശുപത്രിയിൽ തന്നെ ചികിത്സ എടുക്കും. മറ്റുള്ള മന്ത്രിമാരെ പോലെയോ നമ്മൾ അമേരിക്കയിൽ പോയോ അല്ലെങ്കിൽ റഷ്യയിൽ പോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ വലിയ രാജ്യങ്ങളിൽ പോയി ചികിത്സ എടുക്കൂല. നമ്മൾ ഇവിടെ തന്നെ എടുക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായ പ്രദീപ് കൊട്ടാരക്കരയെയും നമ്മുടെ ചിഹ്നമായ വജ്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി നിങ്ങളുടെ സംവിധാനാവകാശം രേഖപ്പെടുത്തണം എന്ന് നമ്മളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.